അല്ലേ സൗദിയിലും ദുബായിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള B11 പോയിട്ട് ഞങ്ങൾ ഡെസേർട്ട് കഴിച്ചിട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ പല കോമ്പോയിലാട്ടോ അതൊക്കെ ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റും അതുപോലെ നട്ട്സും അങ്ങനെ പല ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഡെസേർട്ട് കിട്ടും. നല്ല രസം അത് കഴിക്കാൻ, പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാട്ടോ. നമ്മളിതേ ഓർഡർ ചെയ്ത സാധനം കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ അവിടുന്ന് 2 ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചോക്ലേറ്റ് ബർഗറും, ഒന്നിൻ്റെ പേര് കറക്റ്റ് അറിയില്ലേ. അപ്പം ഇവരാട്ടോ ഞങ്ങൾക്കത് വാങ്ങിത്തന്നതെന്ന് എൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ട്രെൻഡായ കുനാഫ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഫില്ലിംഗ് ആട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്നത്. നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടിലും മറ്റേതാട്ടോ ഒന്നുകൂടെ ഇഷ്ടമായത്. അടിപൊളി ടേസ്റ്റ് ഇട്ടോ അതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് അവർ തന്നതട്ടോ. അത് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് കഴിക്കണം കേട്ടോ. അധികം ഓവറായിട്ട് മധുരമൊന്നുമില്ല, എന്നാലും നമുക്ക് കുറേ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ആ ഒരു മടുപ്പ് വരുന്നുണ്ട് കേട്ടോ മധുരം കൂടുതൽ കഴിക്കുമ്പോൾ. എന്തായാലും അടിപൊളി ടേസ്റ്റ്. ഇത് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. ഒരു പിസ്തേൻ്റെ ഒരു ഫ്ലേവറാട്ടോ വരുന്നത്. മറ്റേ ഒരു മെൽറ്റായിട്ട് ചോക്ലേറ്റും കൂടിയിട്ട് നന്നായിട്ട് കഴിക്കുമ്പോൾ രസമുണ്ട്. പക്ഷെ മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ ഒന്നുകൂടി ടേസ്റ്റിക്ക് അത് ഇഷ്ടപ്പെട്ട്. എന്നാലും വെറൈറ്റി രണ്ടൊരു ഞാൻ ആദ്യമായിട്ടും കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളൊരു ബിരിയാണി കഴിച്ചിട്ട് ഒരു മലയാളി ഹോട്ടലിൽ കയറിയിട്ട് ഫിഷ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റിയും നല്ല മസാലയൊക്കെ വെച്ചിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ,